അപ്പോൾ ഇതിലൂടെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് രാമനെ ഉണ്ടാക്കിയാലോ. വെൽക്കം ടു സ്റ്റോറീസ്. ആമക്കുഞ്ഞിൻ്റെ തോടായിട്ട് ഞാൻ എടുക്കുന്നത് അവക്കാഡോൻ്റെ ഷെല്ലാണ്. അവക്കാഡോൻ്റെ പുറമേ ഉള്ള ഭാഗമാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ടിഷ്യൂ പേപ്പർ ആൻഡ് ക്ലേ. നല്ലൊരു മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കൈ പിടിച്ച പോലെ ഉണ്ടല്ലേ. ഏതായാലും ഒന്ന് പശയും ഒന്ന് ക്ലേയും പോലത്തെ സംഭവമാണ്. അപ്പോൾ രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ പണ്ട് ആരോ ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട് വീട്ടിൽ വരുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഫാബ്രിക് തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇത് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. കടയിൽ വേറെ ടൈപ്പ് ഓഫ് ക്ലേ ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മോൾഡൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ക്ലേ വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇത് ഒട്ടിയൊക്കെ ഇരുന്നോളും. നമ്മൾ വേറെ പശയൊന്നും വെച്ച് ഒട്ടിക്കണ്ട. ഇത് നല്ലോണം ഉണങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒട്ടി ഇരുന്നോളൂ കേട്ടോ. ക്ലേ ആർട്ടിസ്റ്റുകളോട് ഇത് പറയേണ്ട ആവശ്യമില്ല, അറിയാത്തവരോട് പറഞ്ഞോളൂ. അങ്ങനെ നമ്മുടെ ക്ലേ നല്ല ചപ്പാത്തി മുഖം പോലെ ഉരുണ്ട് സൈഡിൽ ഇരുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ആമക്കുറുമ്പൻ്റെ തല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടിഷ്യൂ പേപ്പറാണ് എടുക്കുന്നത്. കാരണം എൻ്റെ കയ്യിൽ ഉള്ള ഫുൾ ക്ലേ വെച്ചിട്ട് തല ഉണ്ടാക്കുന്നില്ല. തലയുടെ ഉള്ളിൽ ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ ടിഷ്യൂ പേപ്പറാണ് എടുക്കുന്നത് കേട്ടോ. അത് ഞാൻ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ബോളുകളായിട്ട് ഉരുട്ടിയിട്ട് ആ ക്ലേ എന്ത് ചെയ്യുക, നൈസായിട്ട് പരത്തുക. നമ്മുടെ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ പരത്തുന്നത്. വേറെ ഞാൻ ടൂളൊന്നും യൂസ് ചെയ്യുന്നില്ല. കൈ കൊണ്ട് തന്നെ പരത്തി ആ ടിഷ്യൂ പേപ്പർ മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് ഒട്ടിച്ചെടുക്കുക. പിന്നെ ഒരു വി ഷേപ്പ് പോലെ ഞാൻ ആക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ തുള വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗത്തും ഞാൻ കുറച്ച് ക്ലേ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അപ്പം നമുക്കിനി തലയും ഉടലും തമ്മിൽ ഒട്ടിക്കാനുള്ള സമയമായിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ തല പയ്യെ എടുത്തിട്ട് ഷെല്ലിലേക്ക് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്ലേ തന്നെ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. വേറെ ഒന്നും നമ്മൾ എക്സ്ട്രാ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അതിങ്ങനെ പരത്തി സൈഡിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് അവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തോട്ടും ക്ലേ പയ്യെ അതുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരുമിച്ച് സ്റ്റിക്ക് ചെയ്ത പോലെ ഇരിക്കും. വേറെ എക്സ്ട്രാ ടൂളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ആമക്കുറുമ്പന് വേണ്ടിയിട്ട് 2 കൈ ഉണ്ടാക്കാം. തുഴഞ്ഞ് പോകണ്ടേ. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ആലോചിച്ചുകൊണ്ടിരുന്നത് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ് കേട്ടോ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ക്രാഫ്റ്റിൻ്റെ എന്തെങ്കിലും കാര്യം എന്നോട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പം മുങ്ങും. എനിക്കിഷ്ടമല്ലായിരുന്നു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനും. എസ്പെഷ്യലി സ്കൂളിലൊരു ടൈം ഉണ്ടാവില്ലേ, PT പീരീഡ് പോലെ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട്. ആ ദിവസങ്ങളിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അന്നത്തെ ദിവസം ബെഞ്ചിൽ കിടപ്പായിരിക്കും. എന്നാൽ ഇപ്പോൾ വളർന്നപ്പോഴോ എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം ഈ ക്രാഫ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ വന്നതിന് ശേഷമാണ് ഈ പരിപാടികൾ കുറച്ച് കൂടിയിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇതിലൂടെ കാണിച്ചു കൊടുക്കാനും യൂട്യൂബിൽ വീഡിയോസ് ഇടാനും വേണ്ടിയിട്ട് ഞാൻ പല ക്രാഫ്റ്റ് വീഡിയോസും കാണാനും തുടങ്ങി. ഇപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കാനും തുടങ്ങി. അപ്പോൾ പണ്ട് എന്നെപ്പോലെ ഇതേപോലെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഇപ്പോൾ ക്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നെപ്പോലത്തെ ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു ക്യൂരിയോസിറ്റി കൊണ്ടാണേ. അങ്ങനെ വർത്താനം പറഞ്ഞ് നമ്മുടെ ആമക്കുട്ടന് ഏകദേശം കാലും കൈയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആളെ ഒന്ന് ചെറുതായിട്ട് കളർ ചെയ്താലോ. ഈ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അവിടെ നിന്ന് വെള്ളം എടുക്കുന്ന പോലെ ആക്ഷൻ ഞാൻ കാണിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഗ്ലാസ്സിൽ കൊണ്ടുവന്ന് വെച്ച വെള്ളമാണ്. ഏതായാലും അത് മിക്സ് ചെയ്തിട്ട് ബേസ് അടിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കളറിങ്ങൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്കിതിൻ്റെ മിക്സിങ്ങും കാര്യങ്ങളും അറിയില്ല. അപ്പോൾ എനിക്കറിയാവുന്ന പോലെയൊക്കെ ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഈ ഫസ്റ്റ് തവണ ബ്രഷ് ഇട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ മാറ്റിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകാറായി. കാരണം ആ പെയിൻറ്റ് ചെറുതായിട്ട് ഒഴുകുന്നുണ്ടായിരുന്നു. ഞാൻ ഒഴിച്ച വെള്ളം കൂടുതലായതുകൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ തലയിൽ ചെറുതായിട്ട് പെയിൻ്റ് അടിച്ചപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, ആമക്കുറുമ്പനെ ചെറുതായിട്ടൊന്ന് പൊക്കി ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മാറ്റ് രക്ഷപ്പെടും എന്നുള്ളൊരു ഐഡിയ കിട്ടി. അങ്ങനെ ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ച് ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇനി ബാക്കിയുള്ള പെയിൻറ്റിങ്. ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ആമനെ വേണ്ട ശരിക്കുള്ള ഒരാളുണ്ട് കേട്ടോ. അതാരാന്നറിയോ? ഇതളുമാണ്. ഇതളിൻ്റെ സ്കൂളിൽ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതളുടെ സ്കൂളിൽ ഒരു എക്സിബിഷൻ ഉണ്ട്. അപ്പോൾ അതിൽ വേണ്ടിയിട്ട് ക്രാഫ്റ്റ് ചെയ്യണം. അങ്ങനെയാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾ എൻ്റെ ബാക്കിലിരുന്നൊരു ഭയങ്കര പ്രോത്സാഹനമാണ് കേട്ടോ. ആ വീഡിയോസിലൊന്നും കേൾക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ.
മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ ഈ ലൊക്കേഷനെ പറ്റി കൂടെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ഫേവറേറ്റ് തക്കുടുവിൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള ഭാഗമാണ് കേട്ടോ. അവരുടെ മുറ്റത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ കണ്ടവും പുഴയൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളേതായാലും ആമക്കുറുമ്പിനെ ഉണ്ടാക്കുമ്പോൾ അവരുടെ വീട്ടിൽ തന്നെ പോയി ഉണ്ടാക്കാം എന്നുള്ളൊരു ഐഡിയയിലും പിന്നെ ഇതിലൂടെ കളിക്കാനൊരു കൂട്ടുണ്ടാവും എന്നുള്ളൊരു ഐഡിയയിലും ആണ് നമ്മളവിടെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കിടന്ന തക്കുടും അതേപോലെ ഇതിലും ഭയങ്കര കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ശബ്ദമൊന്നും ഞാൻ ഏതായാലും ഇതിൽ കയറ്റിയിടുന്നില്ല, കാരണം നല്ല ഒച്ചപ്പാടാണ്. അങ്ങനെ വർത്തമാനം പറയും നമ്മുടെ ആമക്കുട്ടൻ്റെ പെയിൻ്റ് അടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ തോടിലും ഒരു പച്ച കളർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പച്ചപ്പായൽ പിടിച്ചിരിക്കുന്ന ഒരു ആമയാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മുകളിൽ കുറച്ച് പച്ചപ്പായലൊക്കെ കൊടുത്തു കേട്ടോ. ഇനി നമുക്കൊരു ബ്ലാക്ക് കളർ പെയിൻറ്റ് കൊടുത്തിട്ടൊന്ന് ഡിഫൈൻ ചെയ്യാം ആളുടെ കാലും കൈയൊക്കെ. അങ്ങനെ ബ്ലാക്ക് കളർ വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് പച്ചയായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. എൻ്റെ മനസ്സിലുള്ളത് മൂവോണയിലൊക്കെ പോലത്തെ ഒരു ആമയാണ്. ആ മൂവോണയുടെ ആമയിൽ കണ്ടിട്ടില്ലേ, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ചുഴി പോലത്തെ ഒരു സിമ്പിൾ ഉണ്ടാവും. അപ്പോൾ എൻ്റെ മനസ്സിൽ ആ ഒരു ചുഴിയാണുള്ളത് കേട്ടോ, ഇങ്ങനെ റൗണ്ടായിട്ട്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു സാധനമാണ് ആമയുടെ മുകളിൽ വരയ്ക്കുന്നത്. ഇപ്പം ഞാൻ ആദ്യം കയ്യിലും കാലിലൊക്കെ ഒരു ഡെഫിനിഷൻ പോലെ അവിടെ ഇവിടെയൊക്കെ കുറച്ചായിട്ട് പെയിൻറ്റ് തോണ്ടി കൊടുക്കുന്നുണ്ട്. പെയിൻറ്റിങ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാരും എന്നെ ഒന്നും ചീത്ത വിളിക്കരുത്, എനിക്കിതൊക്കെ ചെയ്യാൻ അറിയുള്ളൂ. അങ്ങനെ നമ്മൾ ചെറുതായിട്ട് പച്ചയും ബ്ലാക്കൊക്കെ മിക്സ് ചെയ്തിട്ട് അതിനൊരു ഡെഫിനിഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡെഫിനിഷൻ കൊടുത്താലാണല്ലോ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ ഈ വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ആമയുടെ ഷെയ്ഡൊക്കെ അൺഈവൻ ആയിരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിൽ ആ ഒരു അൺഈവൻ ഷെയ്ഡ് കൂടെ കൊടുക്കാൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഡാർക്ക് പച്ച, ലൈറ്റ് പച്ച, ബ്ലാക്ക് ഇതെല്ലാം ഞാൻ യൂസ് ചെയ്ത് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടാണ് കേട്ടോ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാം. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ചുഴി വരയ്ക്കാം അല്ലേ, ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ വട്ടത്തിൽ വരച്ച് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഉണങ്ങിക്കഴിഞ്ഞാലാണ് കേട്ടോ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇപ്പം അങ്ങനെ എത്ര കൃത്യമായിട്ട് അത് ഡിഫൈൻഡ് അല്ല, എന്നാലും ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഏതായാലും കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതിന് വേണ്ടിയിട്ട് ഞാൻ നേരിയൊരു ബ്രഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ചുഴി പോലെ വരച്ച് ബ്ലാക്ക് ഷെയ്ഡ് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ പച്ചയും കൊണ്ട് വരയ്ക്കുന്നുണ്ട്, അതൊന്ന് ചുഴിയായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് 2 ഷെയ്ഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എനിവേയ്സ്, നമ്മൾ ഈ ഒരു ലൊക്കേഷനെ പറ്റി പറഞ്ഞില്ല, ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനെ പറ്റി പറയാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് വലിയ മോശമാകും. ഇത് നമ്മുടെ തക്കുടുവിൻ്റെ വീടാണ്. അവരുടെ മുറ്റമാണ് ശരിക്കും പറഞ്ഞാൽ. മുറ്റത്തുനിന്ന് നോക്കുമ്പോൾ കണ്ടവും പാടവും പുഴയൊക്കെയാണ് കാണുന്നത്. അങ്ങനെയാണ് എനിക്ക് ആമക്കുഞ്ഞിനെ അവരുടെ പുഴയുടെ അടുത്ത് പോയിരുന്ന് ഉണ്ടാക്കാനുള്ളൊരു ഐഡിയ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി സഹകരിച്ച തക്കുടുവിൻ്റെ ഫാമിലിനെയും വീഡിയോയിൽ സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യുന്നു. നമ്മുടെ വാപ്പനും അമ്മായിയൊക്കെയാണ് കേട്ടോ ഈ പറയുന്ന ഫാമിലി. പിന്നെ നമ്മൾ ആമയുടെ മുകളിൽ തലയുടെ മുകളിലായിട്ട് ഇതേപോലെ കുഞ്ഞു കുത്തുകളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആമയുടെ തലയുടെ പൊക്കത്ത് ഇതേപോലെ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ കുഞ്ഞു ഡോട്ടുകളും അതേപോലെ ഒരു കുഞ്ഞി കണ്ണ് വരയ്ക്കുന്നുണ്ട്. ഒരു കുഞ്ഞു മുഖം വരയ്ക്കാനും വായ വരയ്ക്കാനൊക്കെ ഞാൻ നോക്കുന്നുണ്ട്, പക്ഷെ അത് നടക്കുന്നുണ്ടായിരുന്നില്ല. വായ അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് കണ്ണൊന്ന് വൈറ്റ് വെച്ച് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ സൂര്യാസ്തമയത്തിന് മുന്നേ വീഡിയോ തീർക്കേണ്ടത് കൊണ്ട് ആമ ഉണങ്ങാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. അതിന് മുന്നേ തന്നെ നമുക്കങ്ങ് വീഡിയോ എടുത്ത് ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം നല്ല ലൈറ്റിന് കിട്ടില്ലല്ലോ. അപ്പോൾ ഇതാണ് ഏകദേശം നമ്മുടെ ആമയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഞാൻ ചെറിയൊരു ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ വായൊക്കെ ഞാൻ വരയ്ക്കാൻ വീണ്ടും നടക്കുന്നുണ്ട്, പക്ഷെ അത് അട്ടർ ഫ്ലോപ്പായിരുന്നു കേട്ടോ. വായൊന്നും മര്യാദക്ക് വരുന്നുണ്ടായിരുന്നില്ല. എനിവേസ്, ഞാൻ ആ ചുഴിയൊക്കെ ഒന്നുകൂടെ ഒന്ന് ഡിഫൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു പച്ച കളർ പെയിൻറ്റും കൂടെ എടുത്തിട്ട് ഞാൻ ആ ചുഴിയിലൊക്കെ നന്നായിട്ട് ഡിഫൈൻ ചെയ്തു. അങ്ങനെ ആളെ നമുക്ക് കുറച്ച് നേരം ഒന്ന് ഉണക്കാൻ വെക്കാനുള്ള ഗ്യാപ്പില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേഗം തന്നെ വീഡിയോസ് എടുത്ത് അങ്ങ് ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ആമക്കുട്ടൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ. ഭൂമിയപ്പടമുറും അത്തയും വെത്തിലെത്തു കുഞ്ഞിളം ആവേ കഥ കേട്ടുമില്ലേ വിധി പൂട്ട് മാറി.